നമസ്കാരം. പാറ്റകൾ കേന്ദ്രന്മാരുടെ ഉറക്കം കെടുത്തി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പാറ്റ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത അഭിജിത്ത് ദിപ്കെ അദ്ദേഹം ഇന്നിപ്പോൾ ജയ്പൂരിൽ നടത്തിയ പ്രതിഷേധത്തിനിടയിൽ യൂത്ത് അല്ലെങ്കിൽ ഈ നാട്ടിലെ ചെറുപ്പങ്ങൾ അദ്ദേഹം ഉയർത്തുന്ന ആശയങ്ങളെ വളരെ ആവേശത്തോടുകൂടി ഏറ്റെടുത്ത് അദ്ദേഹത്തെയും അതുപോലെ ഏറ്റെടുത്ത ഒരു സന്ദർഭത്തിൽ ഇന്നിപ്പോൾ സംഘികൾ ആ പ്രതിഷേധത്തിനിടയിലേക്ക് നുഴഞ്ഞു കയറി അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. എപ്പോഴാണ് നമ്മൾ ഒരു ആശയത്തെ തല്ലിക്കെടുത്താൻ ശ്രമിക്കുന്നത്? ആ ആശയം വെല്ലുവിളി ഉയർത്തുമ്പോഴാണ്. അപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന CJP പാർട്ടി ഉയർത്തുന്ന ആവേശം പതിയെ യുവാക്കൾക്കിടയിലേക്ക് ഒരു വികാരമായി കത്തി 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 പടർന്നു പോകുന്നുണ്ട്. കാര്യം ഈ തവിടിൽ തീ പിടിക്കും പോലെയാണ്. എങ്ങനെയാണ് തവിടിൽ? അതിങ്ങനെ പതിയെ പതിയെ പോഞ്ഞ് അത് അവസാനം ഒരു വലിയ അഗ്നിഗോളമായി മാറും എന്നുള്ളതാണ് ഈ തവിടിൽ തീ പിടിക്കുന്നു എന്ന് പറയുന്നത്. അതുപോലെ അഭിജിത്ത് ദിപ്കെ എന്ന വ്യക്തി അങ്ങ് അമേരിക്കയിലിരുന്ന് കോക്രോച്ച് എന്ന ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ വികാരത്തെ അധിക്ഷേപിച്ച ജഡ്ജിയുടെ വാക്കിൽ തുടങ്ങിയ ആ വിപ്ലവവും അദ്ദേഹം നടത്തിയ പ്രതികരണവും ഏത് കാര്യത്തിൽ നമുക്കറിയാലോ. വിദ്യാഭ്യാസമുള്ള ഒരു പ്രധാനമന്ത്രിയാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സകലമാന പരീക്ഷകൾ അതിൻ്റെ എല്ലാ വിശ്വാസ്യതയും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പറയാറില്ലേ, ഈ ചാണകങ്ങൾക്കും അല്ലെങ്കിൽ ആർഷഭാരത സംസ്കാരക്കാർക്ക് എന്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മൂല്യം അറിയാമെങ്കിൽ പശുവിനെ തൂക്കിക്കൊണ്ട് നടക്കുമോ? പശുവിന് വേണ്ടി പോരാടാനായിട്ട് ഈ നാട്ടിൽ ഇറങ്ങും. അപ്പോൾ ആ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ച് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ നയിക്കുന്ന വ്യക്തിയുടെ വിദ്യാഭ്യാസ യോഗ്യത അറിയാലോ. അത് കോടതിയിൽ പോയിട്ട് പോലും നാട്ടുകാർക്ക് ഇതുവരെ എന്താണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് അറിയാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തി നയിക്കുന്ന നാട്ടിൽ വിദ്യാഭ്യാസ മേഖല എല്ലാം തകർന്ന് നാമാവശേഷമായി പഴയ ഗുരുകുല സമ്പ്രദായത്തിലേക്ക് ഈ നാടിനെ പതിയെ കൊണ്ടുപോവുകയാണ്. അതിൽ അസ്വസ്ഥരായിട്ടുള്ള ആ യുവജനങ്ങൾ തെരുവിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അതിന് നേതൃത്വം കൊടുക്കാൻ അഭിജിത്ത് എന്നൊരു ചെറുപ്പക്കാരൻ തയ്യാറായപ്പോൾ അയാൾ ഉയർത്തിയ ആശയങ്ങളും അയാൾ പറഞ്ഞ വാചകങ്ങളും പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് വിരുദ്ധമായിട്ട് ആ ആശയത്തെ ഏറ്റെടുക്കാൻ യുവാക്കൾക്ക് കഴിഞ്ഞു. കാര്യം യുവാക്കളെ സംബന്ധിക്കുന്നിടത്തോളം വിശ്വാസ്യത എന്ന് പറയുന്ന കാര്യം വളരെ പെട്ടെന്ന് ആ ചെറുപ്പക്കാരനെ നേടിയെടുക്കാൻ പറ്റി. വി ആർ ദ കോക്രോച്ചസ് എന്ന പേരിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മൂവ്മെന്റ് രാജ്യത്താകമാനം അത് UP-യിൽ തുടങ്ങി, ബംഗളൂരുവിൽ തുടങ്ങി, ഹൈദരാബാദിൽ തുടങ്ങി, ഇപ്പോൾ ജയ്പൂരിലേക്ക് എത്തുമ്പോൾ സംഘികളുടെ സകലമാന കുരുവും പൊട്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ആ ചെറുപ്പക്കാരന്റെ നേരെ നുഴഞ്ഞു കയറി കയ്യേറ്റ ശ്രമം നടത്തിയത്. ഒരാളെ കയ്യേറ്റം ചെയ്ത് ഇല്ലായ്മ ചെയ്യാനും ഭീഷണിപ്പെടുത്താനും കൂടി സംഘികൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു എന്ന് ആ ദൃശ്യം കാണുമ്പോൾ തോന്നുകയാണ്. പിന്നെ സംഘികൾക്ക് 10 വയസ്സര ബുദ്ധിയില്ലാത്ത സംഘികൾക്ക് അല്ലെങ്കിൽ പശുബുദ്ധിയുള്ള സംഘികളോട് പറയാനുള്ള കാര്യം, ഏതെങ്കിലും ഒരു ആശയം എവിടെയെങ്കിലും ഒരിടത്ത് രൂപപ്പെട്ട് കഴിഞ്ഞാൽ ആ ആശയത്തോട് ജനങ്ങൾക്ക് സ്വാധീനമുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം അതിനെ തല്ലി തകർക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ തല്ലി ഒതുക്കാൻ ശ്രമിക്കുന്നു, അത് അതിൻ്റെ ഇരട്ടി പ്രഭാവത്തിൽ തിരികെ വന്നുകൊണ്ടേയിരിക്കും. അത് ആ നാട്ടിലെ ജനങ്ങളുടെ വികാരമാണ്. ആ ജനങ്ങളുടെ വികാരമാണ് നിങ്ങളെ അധികാരത്തിൽ എത്തിച്ചിരിക്കുന്നത്. ആ അധികാരം നിലനിർത്താൻ വഴിവിട്ട വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൽ അസ്വസ്ഥരാകുന്നുണ്ട്. കാര്യം നിങ്ങളുടെ ഭരണം കൊണ്ട് അതിൻ്റെ ആനുകൂല്യം കിട്ടേണ്ട മനുഷ്യർക്ക് അവരുടെ ഭാവി തന്നെ അവതാളത്തിലാകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ജനങ്ങൾക്കിടയിൽ ഒരു വികാരം രൂപപ്പെടും. ഇതാരും നിർബന്ധിച്ചിട്ടുണ്ടായ വികാരമല്ല. അങ്ങനെ ഉയർന്നു നിന്ന വികാരത്തെ പൊടുന്നനെ ഒരു വ്യക്തി അഡ്രസ് ചെയ്യുമ്പോൾ ആ പറയുന്ന വാചകങ്ങൾ അവരുടെ ഉള്ളിലെ വാചകങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആൾക്കൂട്ടം അയാൾക്ക് പിന്നിൽ അണിനിരക്കുന്നത്. അത് മുഴുവൻ ചെറുപ്പക്കാരാണ്. സംഘികൾ, അതായത് പശുബുദ്ധികളായിട്ടുള്ളവരെ ഒരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. ഏതൊരു രാജ്യവുമായിക്കോട്ടെ, ഏതൊരു ഇടവുമായിക്കോട്ടെ, അവിടുത്തെ വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറുപ്പങ്ങളാണ്. ആ ചെറുപ്പങ്ങൾ അസംതൃപ്തരായി കഴിഞ്ഞാൽ, ആ ചെറുപ്പങ്ങൾ നിങ്ങളുടെ ഭരണം കൊണ്ട് അവരുടെ ഭാവി പോലും തുലയുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി അവർ സ്വാഭാവികമായിട്ട് വൈകാരികമായി പ്രതികരിക്കാൻ തുടങ്ങിയാൽ പിന്നീട് ഒരു കാലത്തും നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ഉയർത്തുന്ന പ്രതിഷേധങ്ങൾ ന്യായമാണ്. അവർ ആന്റി സോഷ്യലുകളല്ല, അവർ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒന്നും നടത്തുന്നില്ല. പക്ഷേ
അവരുടെ ഭാവി തുലാസിലാക്കിയ നിങ്ങളുടെ വീഴ്ചകൾ, അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അവരുടെ ഭാവിയെ അവതാളത്തിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് മാൻഡേറ്റ് തന്നവർ അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോകുന്നതാണ് അന്തസ്. അല്ലാതെ തല്ലി ഒതുക്കാമെന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ 10 മടങ്ങ് ഇരട്ടിയിൽ ഈ രാജ്യത്ത് അവർ ഒന്നടങ്കം നിങ്ങൾക്ക് നേരെ വന്നിരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.